PM ശ്രീ പദ്ധതിയുടെ ഓരോ ചുരുളുകളും ഓരോ ദിവസം ചെല്ലുന്നവരും അഴിഞ്ഞു വരുമ്പോൾ കൂടുതൽ കൂടുതൽ തമാശയാണ് കേരള ജനതയ്ക്കും ഇന്ത്യ മഹാരാജ്യത്തെ പൊതുജനങ്ങൾക്കും അനുഭവത്തിൽ വരുന്നത്. കാരണം UDF സർക്കാർ മെയ് 13 അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമായി എടുത്തു കളിച്ച ഒരു സബ്ജക്റ്റായിരുന്നു PM ശ്രീ പദ്ധതി. PM ശ്രീ പദ്ധതി പഠിച്ചതിന് ശേഷം നടപ്പാക്കും എന്നാണ് ആദ്യം കൊടുത്ത പ്രസ്താവന, മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ. പിന്നീട് അത് കൂടുതൽ ചർച്ചയിലേക്ക് പോയപ്പോൾ ഇവിടുത്തെ മീഡിയ ദിവസവും ചോദിക്കാൻ തുടങ്ങിയപ്പോൾ സതീശൻ തുറന്നു പറഞ്ഞു, PM ശ്രീയിൽ ആൾറെഡി കേരളം ഒപ്പിട്ട് കഴിഞ്ഞു, അതിലെ അംഗമാണ്, അതിലെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വാങ്ങിക്കഴിഞ്ഞു, ഇനി അതിൽ നിന്ന് യാതൊരു കാരണവശാലും ഒഴിഞ്ഞു പോരാൻ സാധിക്കുകയില്ല എന്ന് സതീശൻ പറഞ്ഞു. വിഡ്ഢികളായ കേരള ജനത അത് വിശ്വസിച്ചു. ഇനി എന്തു ചെയ്യും? ശിവൻകുട്ടി നമ്മളെ പറ്റിച്ചു. എല്ലാവരും ഇല്ല കേട്ടോ, ഒരു വിഭാഗം ജനങ്ങൾ പറയാണ്. കാരണം കേന്ദ്രം RSSൻ്റെ അജണ്ട നടപ്പാക്കുന്നു, കാവ്യവൽക്കരിക്കുന്നു, ഹിന്ദുത്വ പഠിപ്പിക്കുന്നു, മുസൽമാനെയും ക്രിസ്ത്യാനിയെയും അതിൽ പോയി ശിവൻകുട്ടി ഒപ്പുവെച്ചു. ഇതൊക്കെ VD സതീശനും ഈ പറയുന്ന ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയും കുഞ്ഞാലിക്കുട്ടിയും അറബിക്കടലിൽ വലിച്ചെറിയും എന്ന് ഷാജിയൊക്കെ പറഞ്ഞ് നടന്ന ഇലക്ഷന് മുന്നത്തെ പ്രസംഗങ്ങൾ നമ്മൾക്ക് ഇപ്പോഴും കിട്ടും. അവരാണ് അധികാരത്തിൽ കയറിയപ്പോൾ അതിനൊരു മയം വരുത്തി. ഷാജിയോട് പത്രക്കാർ ചോദിച്ചു, അല്ല ഇനി ഈ മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ PM ശ്രീ നടപ്പാക്കുമെന്ന്, അത് പഠിച്ചതിന് ശേഷം വേണ്ടത് ചെയ്യും, അപ്പോൾ നിങ്ങളല്ലേ അറബിക്കടലിൽ വലിച്ചെറിയുന്നൊക്കെ പറഞ്ഞത്? അതൊക്കെ ആ സാഹചര്യത്തിൽ തെരുവിൽ പറയുന്ന പ്രസംഗം ഒന്നും ഇവിടെ വന്ന് ചർച്ച ചെയ്യരുത്. ഷാജി പറയാണ്, തെരുവിൽ തന്നെ പ്രസംഗിച്ചതാണ്. മതമാണ് 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 ഞങ്ങളുടെ അജണ്ട, മതമില്ലാത്ത കളിയില്ല. അതും അധികാരം കിട്ടിയപ്പോൾ തൽക്കാലം ഞങ്ങൾ തെരുവിൽ പറഞ്ഞതാണ്. ഇനി അതെടുത്ത് കളിക്കാൻ പറ്റില്ല, ഇവിടെ മതം കളിച്ചാൽ കസേരയിൽ ഇരിക്കാൻ പറ്റില്ല. ഷാജിയും പിന്മാറി. അങ്ങനെ PM ശ്രീ വെച്ചിട്ട് ഒരു കളി നടത്തണം. കാരണം കാശില്ല, അവിടെ കാശ് വേണ്ടേ, പൈസ ഇല്ലാതെ ഭരിക്കാൻ പറ്റില്ല. PM ശ്രീ വന്നാൽ ഓരോ സ്കൂളിലും ചുരുങ്ങിയത് ഓരോ കോടി രൂപ കിട്ടും, അത് കളയാൻ പറ്റുമോ? അപ്പോൾ ഒരു നുണ പറഞ്ഞു. ശിവൻകുട്ടി ആൾറെഡി സൈൻ ചെയ്തു, ഒരു ഗഡു വാങ്ങി, ഞങ്ങൾക്കതൊന്ന് പിന്മാറാൻ പറ്റില്ല, ഞങ്ങളെന്ത് ചെയ്യും, ഇങ്ങനെ പറഞ്ഞ് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ഈ ചർച്ച കൊടുമ്പിരി കൊണ്ടപ്പോൾ നമ്മുടെ ബ്രിട്ടാസ്, ജോൺ ബ്രിട്ടാസ്, വിളവൻ, ബില്ലാതി വീരൻ എന്നൊക്കെ പറയില്ലേ, അദ്ദേഹം ഈ സബ്ജക്റ്റായി ഇറങ്ങണം. അതായത് ശിവൻകുട്ടി PM ശ്രീയിൽ സൈൻ ചെയ്തിട്ടില്ല, ഇടതുപക്ഷ പാർട്ടി അല്ലെങ്കിൽ LDF PM ശ്രീയുടെ ഒരു ഫണ്ടും വാങ്ങിയിട്ടില്ല എന്ന് ആദ്യം പറയുന്നു ബ്രിട്ടാസ്. ഇതിന്ന് പിന്മാറാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു, കാരണം ആൾറെഡി ഇതിലാണെന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ വനിതാ രാജ്യസഭാ അംഗം മേത്തർ ഒരു ലെറ്റർ എഴുതി കൊടുത്തു, ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട്. അവർ മാത്രമല്ല ക്വസ്റ്റ്യനായിട്ട് ഇറങ്ങിയത്, അബ്ദുൽ വഹാബ് മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭാ മെമ്പറും എഴുതി കൊടുത്തു, ശിവദാസൻ CPMൻ്റെ മറ്റൊരു MP എഴുതി കൊടുത്തു. ഇവരൊക്കെ ഇത് ചോദ്യം ചെയ്തു. അതിൽ അബ്ദുൽ വഹാബ് കൊടുത്ത ക്വസ്റ്റ്യൻ വളരെ ക്ലിയറായിട്ട് 3-4 ചോദ്യം ഉണ്ടായിരുന്നു. അതിൽ 5ാമത്തെ ചോദ്യത്തിനാണ് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം കേന്ദ്രം കൊടുത്തു. അതായത് അബ്ദുൽ വഹാബിൻ്റെ ചോദ്യം, ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ലേ എന്ന എന്തോ ഒരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ
കേന്ദ്രം കൊടുത്ത മറുപടി ഈ PM ശ്രീയിൽ സൈൻ ചെയ്ത സംസ്ഥാനങ്ങൾക്ക് അതുമായി മുന്നോട്ട് പോകാം. അതിൽ സൈൻ ചെയ്യാത്ത കേരളം, തമിഴ്നാട് ഇവർക്ക് ഇതിൽ നിന്ന് ഇനി പിന്മാറേണ്ട ആവശ്യമില്ല. അതിൽ സൈൻ ചെയ്തിട്ടേ ഇല്ല. ഇനി അഥവാ സൈൻ ചെയ്താലും അതിൽ നിന്ന് പിന്മാറാനും വകുപ്പുണ്ട് എന്ന് വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി മറുപടി കൊടുത്തു. ഈ മറുപടി പുറത്ത് വന്നപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സതീശൻ ഉണ്ടല്ലോ, CPM മെമ്പർ MP, അദ്ദേഹം ഞാൻ എഴുതി കൊടുത്ത എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് ഓരോന്ന് ലെറ്ററൊക്കെ കാണിക്കണ്ടേ, ആരാച്ച അതിൻ്റെ പിതൃത്വം ഏറ്റെടുത്തുള്ളൂ. എന്തായാലും PM ശ്രീന്ന് പിന്മാറാൻ സാധിക്കും. ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല എന്ന് വ്യക്തത വന്നപ്പോൾ ഇപ്പോൾ പെട്ടത് സതീശനും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഉത്തരമില്ലാത്ത, വാതിലടച്ച, മുട്ടാൽ തുറക്കാത്ത റൂമിലിരിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളായി അവർ മാറിയിരിക്കുകയാണ്. എപ്പോൾ ചോദിച്ചാലും UDF ഉന്നതാധികാര കമ്മിറ്റി കൂടും, ചർച്ച ചെയ്യും, തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞ് തടി തപ്പുകയാണ് ഇപ്പോൾ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലും മറ്റുള്ള സംസ്ഥാനത്തും PM ശ്രീ നടപ്പാക്കാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ അത് നടപ്പാക്കാൻ പറ്റുന്നില്ല? നിങ്ങൾ കഴിഞ്ഞ ശിവൻകുട്ടിയുടെ കാലത്ത് ശക്തമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് കാവ്യവൽക്കരണം, RSSൻ്റെ സിദ്ധാന്തം, സംഘപരിവാർ ആശയം എന്നൊക്കെ പറഞ്ഞ് സത്യം ജനങ്ങളിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് കള്ളക്കളി കളിച്ചതിന് നിങ്ങൾക്ക് കിട്ടിയ പാഠമാണിത്. നിങ്ങളൊന്നോർത്തോ, കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട സൗകര്യമാണ് PM ശ്രീ. കേരളത്തിലുണ്ടെന്നേ PM ശ്രീ ഈ പദ്ധതി നടപ്പാക്കിയ സ്കൂളുകൾ, KV കേന്ദ്രീയ വിദ്യാലയങ്ങൾ മുഴുവൻ PM ശ്രീ നടപ്പാക്കിയ സ്കൂളുകളാണ്. പറ്റുമെങ്കിൽ അവിടെ പോയി നോക്ക്. ഇനി അതും പറ്റില്ലെങ്കിൽ മാഹിയിലെ PM ശ്രീ സയ്യിദ് മുഹമ്മദ് ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു മുസ്ലിം മോട്ടിവേറ്റഡ് സ്കൂളാണ്. അവിടെ ചെല്ലൂ. നിങ്ങൾ 21 മന്ത്രിമാരും ഒരു KSRTC ബസ്സിൽ കയറി നവജാത യാത്ര നടത്തണ്ട. നിങ്ങൾ 21 ആളും കാർ ഓടിച്ചു പോകണ്ട, അതൊക്കെ ചിലവ് കൂടും. നിങ്ങളൊരു KSRTC ബസ് വേണമെങ്കിൽ AC കോച്ച് തന്നെ എടുത്തോ. തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ടാക്കിയിട്ട് ഈ സയ്യിദ് മുഹമ്മദ് ഹാജി മെമ്മോറിയൽ സ്കൂള് PM ശ്രീ നടപ്പാക്കിയ സ്കൂളൊന്ന് പോയി കണ്ട് പഠിക്കി. അവിടുത്തെ ഹെഡ്മാസ്റ്റർ ഒരു മുസ്ലിമാണ്. ചോദിക്ക് എന്താണ് ഇവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ, എന്തെങ്കിലും കാവിക്കൊടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ, ശാഖകൾ ഈ സ്കൂളിൽ നടത്തുന്നുണ്ടോ, ഇതൊക്കെയാണല്ലോ നിങ്ങളുടെ പ്രശ്നം. ചോദിക്ക്. നിങ്ങളൊരു കാര്യം മനസ്സിലായോ, നിങ്ങളുടെ ഈ നാറിയ വാചകങ്ങൾ പാർലമെൻറ്റിലായാലും നിയമസഭയിലായാലും പൊതുവേദികളായാലും ഗോമൂത്രം, ചാണകം, ഷൂ നക്കൽ, ഇതല്ലേ സ്ഥിരമായി നിങ്ങൾ വായയിൽ നിന്ന് ഛർദ്ദിച്ച് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നടക്കുന്നത്? ഇപ്പതാ നീറ്റ് പരീക്ഷയുടെ സംഭവമായി പാർലമെൻറ്റിൽ നിങ്ങൾ എഴുതി കൊടുത്ത ഒരു വിവരവുമില്ലാത്ത ആ ഗാന്ധി കുടുംബത്തിലെ, ഗാന്ധി കുടുംബം അല്ലാട്ടോ, ഗാന്ധിയുടെ പേര് വെട്ടിച്ചൊട്ടിച്ചവരാണ്, നെഹ്റു കുടുംബത്തിലെ ആ വയനാട് MP പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗത്തിൽ പറയുകയാണ് ഗോമൂത്ര വിദഗ്ധൻ. നോക്കിയേ, ഒരു സംസ്കാരം നോക്കിയേ. ഇതാണോ നിങ്ങളുടെ രാഷ്ട്രീയം? രാഷ്ട്രീയം കളിച്ചിട്ട് ഓക്കെ, നിങ്ങൾ കളിച്ചോ ഡൽഹിയിൽ. ഇവിടെ കേരളത്തിന് ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളുമാണ് നിങ്ങൾ തട്ടിത്തെറിപ്പിക്കുന്നത്. നിങ്ങൾ ഓർത്തോ, എയിംസ് 2014 ഇവിടെ വരേണ്ടതാ. സതീശിൻ്റെ നേതാവായ ഉമ്മൻചാണ്ടി തട്ടിത്തെറിപ്പിച്ചു. പിണറായി വന്നു, അതിൽ താല്പര്യമേ എടുത്തില്ല. ഇപ്പോൾ മോദിയുടെ തന്ത എന്ന് പറയുന്ന നേതാവ് ജിഹാദി പാർലമെൻറ്റിൽ പോയിട്ട് ഛർദ്ദിക്കുകയാണ്. എവിടെ എയിംസ്? ആ ജിഹാദി തന്നെയായിരുന്നു പാലക്കാട്ടെ MLA. ആ ജിഹാദിയുടെ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. എന്തേ അന്നത് ഇവിടെ വരുത്താൻ ശ്രമിക്കാണ്ടിരുന്നു? അന്നെന്തേ 100 നാവ് ഇല്ലാതിരുന്നു? എയിംസ് തട്ടിത്തെറിപ്പിച്ചു.
ഇപ്പോൾ PM ശ്രീയും തട്ടിത്തെറിപ്പിക്കുന്നു. ഇതിലൊക്കെ തമാശ അതല്ല. ഈ രാഷ്ട്രീയം ഇപ്പോൾ ഈ കോർട്ടിൽ പന്തിട്ട് കളിക്കുന്നത് ആരാറിയോ? ജോൺ ബ്രിട്ടാസ്. ഈ ശിവൻകുട്ടിയെ ഈ ധാരണാപത്രത്തിൽ ഒപ്പിടിയിക്കാൻ കൊണ്ടുപോയ, അതിനുവേണ്ടി പരിശ്രമിച്ച വിദ്വാനാണ് ജോൺ ബ്രിട്ടാസ്. കാരണം PM ശ്രീ കേരളത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ബ്രിട്ടാസ്. കാരണം അന്നത്തെ പാർലമെൻറ്റിൽ ഈ ധാരണാപത്രത്തിൽ ഒപ്പിടാൻ പോയ ആ സാഹചര്യമുണ്ടായപ്പോൾ അന്നത്തെ മന്ത്രി പാർലമെൻറ്റിൽ പ്രസംഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ ആ സീന് പാർലമെൻറ്റിലെ റെക്കോർഡിൽ കാണാം, ഈ പല യൂട്യൂബ് ചാനലിലും കാണാം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? കേരളം ഇപ്പോൾ മുന്നോട്ട് വന്ന് ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ട് PM ശ്രീ നടപ്പാക്കാൻ മുന്നോട്ട് വന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ജോൺ ബ്രിട്ടാസ്. ബ്രിട്ടാസിന് പ്രത്യേകം നന്ദി പറയുന്നുവെന്ന് അന്നത്തെ കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയും പ്രസംഗവും ആർക്കും പുറകോട്ട് പോയാൽ കാണാൻ സാധിക്കും. അപ്പോൾ PM ശ്രീ പൈസ ഇല്ലാത്ത കാരണം പൈസ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജോൺ ബ്രിട്ടാസ് ശ്രമിച്ച ആ ശ്രമങ്ങളൊക്കെ വിഫലമായപ്പോൾ CPI ശക്തമായി എതിർത്തപ്പോൾ മെല്ലെ മാളത്തിലേക്ക് വലിഞ്ഞുപോയി ജോൺ ബ്രിട്ടാസ്. ബ്രിട്ടാസിൻ്റെ കഥകൾ പലതും പറയാനുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ പറയാം, RSSകാരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഞാനുണ്ട് എന്ന് ബ്രിട്ടാസ് തന്നെ അങ്ങോട്ട് പ്രസ്താവിക്കുക. RSSന് വല്ല വിലയുമുണ്ടോ ബ്രിട്ടാസെ? നിന്നെയൊക്കെ RSS ഒഴുകിക്കളയുന്ന വെള്ളത്തിൽ പോയി കിടക്കാനും കൂടി യോഗ്യതയുണ്ടോ നിനക്കൊക്കെ? CPMൽ പോലും നിനക്ക് എന്ത് വിലയാണ് ഉള്ളത്? നീ CPMൽ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? സത്യത്തിൽ ഈ ഷൂ പോളിഷ് എന്ന് നിങ്ങളുടെ ഓരോരുത്തരും വിളിച്ചു പറയുന്നില്ലേ, ആ ഷൂ പോളിഷ് അടിച്ചിട്ടല്ലേ നീ രാജ്യസഭ മെമ്പറായത്? പണ്ട് നിന്നെ കൈരളിയിൽ നിന്ന് അച്യുതാനന്ദൻ ചെവിക്ക് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാ. എന്നിട്ട് ഏഷ്യാനെറ്റിൽ പോയി നീ ജോലി തുടങ്ങിയതാ. പിന്നീടും ആ ഷൂ പോളിഷിൻ്റെ ആ ഷൈനിങ് കൂടിയിട്ടല്ലേ വീണ്ടും തിരിച്ച് നീ കൈരളിയിൽ വന്നത്. ചെറിയാൻ ഫിലിപ്പിന് കിട്ടേണ്ടതല്ലേ നിൻ്റെ ഈ MP സ്ഥാനം? അത് തട്ടിത്തെറിപ്പിച്ചിട്ടല്ലേ നീ അത് പിടിച്ചു കൊണ്ടുപോയത്? പിന്നെയും നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നിൻ്റെ വാർത്താ റിപ്പോർട്ടുകളെക്കുറിച്ചൊക്കെ, മാതാ അമൃതാനന്ദമയെക്കുറിച്ച് വൃത്തികേട് നീ സീരിയസ് ആയിട്ട് കൈരളി ചാനലിൽ പ്രസിദ്ധീകരിച്ച വ്യക്തിയാണ്. ഇല്ലാത്ത കഥ പറഞ്ഞിട്ട്. ഉള്ള കഥ പറഞ്ഞാൽ കുഴപ്പമില്ല, ഇല്ലാത്ത കഥ പറഞ്ഞിട്ട്. ഇല്ലാത്ത കഥ എന്ന് പറയാൻ കാരണം ഇവിടെ പോലീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിൽ അന്വേഷണം ഉണ്ടായ ഒരു സംഭവമായിരിക്കണം വിളിച്ചു പറയേണ്ടത്. ഊഹാപോഹങ്ങളിൽ കൂടി ഒരു കഥ രൂപീകരിച്ച് പ്രസിദ്ധീകരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച, അതായത് നമ്മുടെ മാതാ അമൃതാനന്ദമയെക്കുറിച്ച് വൃത്തികേട് സീരിയസ് ആയിട്ട് ഇറക്കിയ വ്യക്തിയാണ് ബ്രിട്ടാസ് നീ. എന്നാൽ നിൻ്റെ മതത്തിലെ ഉള്ള കാര്യം, നിൻ്റെ സഹോദരിമാരായ സിസ്റ്റർമാർ കൊടുത്ത കേസിൻ്റെ ഫലമായി കണ്ടെത്തിയ കഥ, ഫ്രാങ്കോ അച്ഛൻ്റെ കഥ, നീ സീരീസ് ഉണ്ടാക്കാൻ പോയില്ല. അവിടെ നിൻ്റെ മതം നിനക്ക് തളച്ചു ചോരയിൽ കടന്ന്. നിൻ്റെ മകനെ അല്ലെങ്കിൽ മകളെയോ മാമോദീസ നീ മുക്കി. നിൻ്റെ മകൻ്റെ കല്യാണം പള്ളിയിലെ അച്ഛന്മാർ വന്ന് ഓശാന പാടിച്ച് നീ നടത്തിച്ചു. അവിടെയൊന്നും നീ സഖാവല്ല, അവിടെയൊന്നും നീ പൊതുപ്രവർത്തകനല്ല. ഇപ്പോൾ PM ശ്രീയിൽ കിടന്ന് കളിക്കുന്നു. എത്ര മാസം നീ കളിക്കൂ? നീ മാക്സിമം 6 മാസമോ? നിൻ്റെ രാജ്യസഭ കാലാവധി കഴിയാൻ പോവുകയാണ്. ഇനി നീ ആ രാജ്യസഭ മെമ്പറാവോ? അത്ഭുതമുണ്ടാവണം. CPI കടയണം, CPI നിന്നെ അനുവദിക്കണം. പശ്ചിമ ബംഗാളിൽ നിന്ന് അവസാനമായിട്ട് ആരാ രാജ്യസഭ മെമ്പറായത് CPMൽ? ഇനി ആരും ആവില്ല. ത്രിപുരയിൽ എന്താ ഉണ്ടായത്? ഇനി ആരും ആവില്ല. കേരളത്തിൽ നോക്കാം, കാത്തിരുന്ന് കാണാം എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന്. CPI അത്ര ബുദ്ധിയില്ലാത്തവരൊന്നുമല്ല. അപ്പോൾ ഈ PM ശ്രീ പദ്ധതി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞിട്ട്
വൃത്തികെട്ട രാഷ്ട്രീയം ഛർദ്ദിച്ചിട്ട് കേരള ജനതയ്ക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യമാണ് തട്ടിത്തെറിപ്പിക്കുന്നത് എന്ന് ഈ രാഷ്ട്രീയ പോരാട്ടം നടത്തുന്നവർ ഓർത്തുകൊള്ളുക.